ഹായ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച ഒരു ആർട്ട് എക്സിബിഷൻ അല്ലെങ്കിൽ കലാപ്രദർശന മേള, അതിന്റെ പേര് ലോകമേ തറവാടെന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപ്രദർശന മേളകളിലൊന്നാണ് ലോകമേ തറവാട്. കൊച്ചിയിലെ കൊച്ചി മുസ്ലിംസ് ബിനാലെ മാതൃകയിലാണ് ഇങ്ങനെ ഒരു കലാപ്രദർശന മേള ആലപ്പുഴയിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2021 ഏപ്രിലിൽ ആലപ്പുഴയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപ്രദർശന മേളകളിലൊന്നാണ് ലോകമേ തറവാട് എന്നുള്ളത്. കൊച്ചി മുസ്ലിംസ് ബിനാലെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ആലപ്പുഴ പൈതൃക പദ്ധതിയുമായി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കലാപ്രദർശന മേള ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിദ്യാലയത്തെ പറ്റിയാണ്. വിക്രം സാരാഭായ് സയൻസ് സ്കൂൾ നിലവിൽ വന്നിരിക്കുന്നത് കാക്കനാടാണ്. കൊച്ചിയിലെ കാക്കനാടാണ് വിക്രം സാരാഭായ് സയൻസ് സ്കൂൾ നിലവിൽ വന്നിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഒരു വിദ്യാലയമാണ് വിക്രം സാരാഭായ് സയൻസ് സ്കൂൾ. എവിടെ നിലവിൽ വന്നിരിക്കുന്നത്? എറണാകുളം ജില്ലയിലെ കാക്കനാടാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയെ പറ്റിയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും അതുപോലെ തന്നെ ട്രെയിനുകളിലും മാസ്ക് ധരിക്കാത്തവർക്ക് 500 രൂപ പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ COVID-19 പടരുന്ന പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ട്രെയിനുകളിലും മാസ്ക് ധരിക്കാത്തവർക്ക് 500 രൂപ പിഴ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം. റെയിൽവേ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലാണ്. അതുപോലെ തന്നെ റെയിൽവേ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ ശ്രീ സുനീത് ശർമ്മയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു റേഡിയോ പരിപാടിയാണ്. ആരംഭിച്ചിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്താണ്. സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു അറിയിപ്പ് ജനങ്ങൾക്ക് നൽകുന്നതിനും അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കുന്നതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം ആരംഭിച്ച ഒരു റേഡിയോ പരിപാടിയാണ് അവാം കി ആവാസ് എന്നുള്ളത്. അപ്പോൾ അവാം കി ആവാസ് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. സർക്കാരിന്റെ വിവിധ പദ്ധതികളും അതുപോലെ തന്നെ ഭരണ നേട്ടങ്ങളും മറ്റുമൊക്കെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ഒരു റേഡിയോ പരിപാടിയാണ് അവാം കി ആവാസ് എന്നുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ് ശ്രീ മനോജ് സിൻഹയാണ്. അടുത്തത് ഇറ്റലിയെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യമായിട്ട് മെഗാ ഫുഡ് പാർക്ക് ആൻഡ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഇറ്റലി. അപ്പോൾ 2021 ഏപ്രിലാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മെഗാ ഫുഡ് പാർക്ക് ആൻഡ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആരംഭിച്ച രാജ്യം ഇറ്റലിയാണ്. ഇറ്റലിയുടെ തലസ്ഥാനം നമുക്കറിയാം റോമാണ്. ഇറ്റലിയുടെ കറൻസി യൂറോ ആണ്. ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മെറ്റാരല്ലയാണ്. ഇറ്റലിയുടെ പ്രധാനമന്ത്രി മരിയോ ഡ്രാഗിയാണ്. അപ്പോൾ 2021 ഏപ്രിലിൽ ഇന്ത്യ മെഗാ ഫുഡ് പാർക്ക് ആൻഡ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ആരംഭിച്ച രാജ്യം ഇറ്റലിയാണ്. അടുത്തൊരു സൂചികയാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2021 പ്രസിദ്ധീകരിക്കുന്നത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ആണ്. ഓരോ രാജ്യങ്ങളുടെയും പാസ്പോർട്ടുകളെ റാങ്ക് ചെയ്യുന്ന ഓരോ രാജ്യങ്ങളുടെ പാസ്പോർട്ട് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഓൺ അറൈവൽ വിസ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഓരോ രാജ്യങ്ങളെയും റാങ്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം 84ആണ്. അപ്പോൾ 2021 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 84ആണ്. ഈ പട്ടികയിൽ മുന്നിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ് ഒന്നാമത്, രണ്ടാമത് സിംഗപ്പൂരാണ്. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2021 ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 84ആണ്. പട്ടികയിൽ മുന്നിലുള്ള രാജ്യം ജപ്പാനാണ്. അടുത്തത് 2021 ഏപ്രിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചന്ദ്രനിലേക്ക് അയക്കുന്ന ഒരു അൺമാൻഡ് റോവർ, ആളില്ലാ റോവറാണ് റാഷിദ് എന്നുള്ളത്. അപ്പോൾ 2022 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചന്ദ്രനിലേക്ക് അയക്കുന്ന ആദ്യ അൺമാൻഡ് റോവറാണ് റാഷിദ്. യുടെ തലസ്ഥാനം നമുക്കറിയാം അബുദാബിയാണ്. യുടെ കറൻസി ദിർഹമാണ്. യുടെ പ്രസിഡന്റ് ഖലീഫ ബിൻ സായിദ് അൽ നയമനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ്. ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളും അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ്. ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. ഏപ്രിൽ മാസം 18 ഇന്റർനാഷണൽ ഡേ ഓഫ് മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ്. 2021 ഇന്റർനാഷണൽ ഡേ ഓഫ് മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സിന്റെ പ്രമേയം കോംപ്ലക്സ് പാസ് ഡൈവേഴ്സ് ഫ്യൂച്ചേഴ്സ് എന്നാണ്. അപ്പോൾ ഈ പ്രമേയം ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഇന്റർനാഷണൽ ഡേ ഓഫ് മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ 18, 2021 പ്രമേയം കോംപ്ലക്സ് പാസ് ഡൈവേഴ്സ് ഫ്യൂച്ചേഴ്സ് എന്നാണ്. അടുത്ത മറ്റൊരു ദിനമാണ് ലോക കരൾ ദിനം, വേൾഡ് ലിവർ ഡേ. നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ മാസം 19 തീയതിയാണ്. മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അവയവമായ കരൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് നൽകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലോക കരൾ ദിനം നമ്മൾ ഏപ്രിൽ മാസം 19 ആചരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ വനിതാ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം മീരാഭായ് ചാനുവിനെ പറ്റിയാണ്.
2021 ഏപ്രിൽ അവർ ഒരു ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ക്ലീൻ ആൻഡ് ജെർക്കിൽ 119 കിലോഗ്രാം ഉയർത്തി ലോക റെക്കോർഡ് നേടിയ താരമാണ് മീരാഭായ് ചാനു. 2021 ഏപ്രിലിൽ നടന്ന ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ക്ലീൻ ആൻഡ് ജെർക്കിൽ 119 കിലോഗ്രാം ഉയർത്തി ലോക റെക്കോർഡ് നേടിയ താരമാണ് മീരാഭായ് ചാനു. മുന്നിലത്തെ റെക്കോർഡ് 118 കിലോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിനെയാണ് മീരാഭായ് ചാനു മറികടന്നിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2021 ഏപ്രിലിൽ നടന്ന ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് രവികുമാർ ദഹിയ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമായ ജിലി ദല ബെഹേറയെ പറ്റിയാണ്. 2021 ഏപ്രിലിൽ നടന്ന ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 45 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയ്ക്കായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ജിലി ദല ബെഹേറ. അപ്പോൾ അതുകൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതുപോലെ 2021 ഏപ്രിലിൽ നടന്ന ഫോർമുല 1 എമിലിയ റോമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയിരിക്കുന്നത് ഫോർമുല 1 താരം മാക്സ് വെർസ്റ്റാപ്പനാണ്. അതുപോലെ 2021 ഏപ്രിലിൽ നടന്ന സ്പാനിഷ് കോപ്പ ഡെൽ റേ ചാമ്പ്യന്മാരായ ഫുട്ബോൾ ക്ലബ്ബാണ് ബാർസലോണ FC. റണ്ണറപ്പ് ആയിരിക്കുന്നത് അത്ലറ്റിക് ക്ലബ്ബാണ്. അപ്പൊ 2021 നടന്ന സ്പാനിഷ് കോപ്പ ഡെൽ റേ ചാമ്പ്യന്മാരായിരിക്കുന്നത് ബാർസലോണ FC ആണ്. അടുത്തത് 1-2 പുസ്തകങ്ങളാണ്. അതിലൊന്നാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയുടെ ആത്മകഥ. അതിന്റെ പേര് ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ എന്നാണ്. ഈ ആത്മകഥയുടെ സഹരചയിതാവ് അല്ലെങ്കിൽ കോ-ഓതർ ആയിട്ടുള്ള വ്യക്തി ഭാരത് സുന്ദരേഷനാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് വാൻഡറേഴ്സ് കിങ്സ് മെർച്ചന്റ്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് ലാംഗ്വേജസ് എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പെഗി മോഹനാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ദ ക്രിസ്മസ് പിഗ് എന്നുള്ള കുട്ടികൾക്കായിട്ടുള്ള നോവല്. ഹാരി പോട്ടറിന്റെ എഴുത്തുകാരിയായ JK റോളിംഗിന്റെ 2021 പുറത്തിറങ്ങുന്ന കുട്ടികളുടെ നോവലാണ് ദ ക്രിസ്മസ് പിഗ് എന്നുള്ളത്. ഇനി കുറച്ച് വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2021 ഏപ്രിലിൽ അന്തരിച്ച അഡോബ് ഇൻകോർപ്പറേഷൻ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ സഹസ്ഥാപകൻ കോ ഫൗണ്ടറും അതുപോലെ തന്നെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്സ് PDF-ന്റെ ഉപജ്ഞാതാവുമായ വ്യക്തിയാണ് ചാൾസ് ഗെഷ്കെ. അതുപോലെ 2021 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത റേഡിയോളജിസ്റ്റും അതുപോലെ പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ഡോക്ടർ സുഭാറാവു. അതുപോലെ തന്നെ കോവിഡ് ബാധയെ തുടർന്ന് 2021 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ഹോക്കി താരവും അതുപോലെ അന്തർദേശീയ ഹോക്കി വനിതാ അമ്പയറുമായ വ്യക്തിയാണ് ശ്രീമതി അനുപമ പുച്ചിമാന്ത. അതുപോലെ 2021 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ബംഗ്ലാദേശി അഭിനേത്രിയാണ് സന ബീഗം കബോരി. അതുപോലെ 2021 ഏപ്രിലിൽ അന്തരിച്ച മുൻ അസം മുഖ്യമന്ത്രിയാണ് ഭൂമിധർ ബർമൻ. അസാമിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഡിസ്പൂർ ആണ്. അസാമിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ സർബാനന്ദ സോനോവാൾ ആണ്. ഗവർണർ ശ്രീ ജഗദീഷ് മുഖിയാണ്. അപ്പോൾ 2021 ഏപ്രിൽ അന്തരിച്ച അസമിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ഭൂമിധർ ബർമൻ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2021 ഏപ്രിൽ പ്രസിദ്ധീകരിച്ച എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്ന ചോദ്യമാണ് 2021 സെപ്റ്റംബറോടുകൂടി അഫ്ഗാനിസ്ഥാനിലെ നാറ്റോ സഖ്യസേനയെ പിൻവലിക്കാൻ തീരുമാനിച്ച രാജ്യം അമേരിക്കയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.